ഇടുക്കിയിലെ രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഉണക്കമീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് 1/2 കിലോ സ്രാവ് മീൻ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിരിക്കുന്നതാണ്. 2 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കിടന്നാലേ ഉപ്പിറങ്ങുകയുള്ളൂ. ഇത്ര വലുപ്പമുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് 2 പീസ് കുടംപുളി. ഇനി ഇതെങ്ങനെയാണ് കറി റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് ഇപ്പോൾ ഒരു 3 സ്പൂൺ സാദാ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതൊന്ന് പച്ചമണം മാറി കളർ മാറുന്ന വരെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അപ്പോൾ ഈ മുളക് പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ കാശ്മീർ ചില്ലി ചേർക്കാവുന്നതാണ്. കുറച്ചുകൂടെ കളറായിട്ട് നിൽക്കും. അപ്പോൾ അതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിള വന്നതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നമുക്ക് മീനിൻ്റെ പീസ് ഇടാവുള്ളൂ. ഞാൻ 2 കഷ്ണം പുളി വെച്ചിരുന്ന ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 3-4 പീസായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തു. അപ്പോൾ തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കറിയൊക്കെ തിളച്ചു നന്നായിട്ട്. ഇനി നമുക്കതിലേക്ക് മീനിൻ്റെ പീസെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വേണ്ടത് ഒരു തേങ്ങയുടെ പകുതി കൊത്താണ്. ഇപ്പം ഞാനത് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇത്ര വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനി വലുപ്പം കുറച്ച് എടുക്കേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 1/2 മണിക്കൂർ വേവിച്ചെടുക്കണം. അതല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് കുക്കറിലിട്ടിട്ട് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ പുളി പിടിക്കാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് കറിയുടെ പാകമാകുമ്പോഴത്തേനും പുളിയൊക്കെ തേങ്ങാക്കൊത്തിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഉപ്പ് ഇപ്പോൾ ഇടണ്ട, ഉണക്കമീൻ ആയതുകൊണ്ട് ഉപ്പ് ഓൾറെഡി അതിലുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ അവസാനം മാത്രം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്തു. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ മാത്രം ചേർത്താൽ മതി. വേറെ ഒന്നും ഇനി ഇതിൽ ചേർക്കാനില്ല. ആ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളച്ച ശേഷം വാങ്ങി വെക്കാം. നന്നായിട്ട് പറ്റി വരേണ്ടവർക്കാണെങ്കിൽ കുറച്ച് നേരം കൂടെ സ്റ്റൗവിൽ വെച്ചൊന്ന് ചാറ് വറ്റിച്ചെടുക്കുക. അതല്ല കുറച്ച് ചാറ് വേണ്ടവരാണെങ്കിൽ ഈ പാകത്തിന് വാങ്ങുക. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഇത് കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ചാറിൽ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ വളരെ സിമ്പിളല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയായി വരുന്നവരെ കാത്തിരിക്കുക.